ദൈവപുത്രാങ്ങിക്കാരാധന, യേശുനാഥാങ്ങിക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത അങ്ങേക്കാരാധന. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം ദൈവമാണ്. നമ്മെ ജീവിതത്തിന് ആശ്വാസം തരുന്നവൻ യേശുനാഥനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വിടുതലും എൻ്റെ ജീവിതത്തിൻ്റെ സൗഖ്യവും എൻ്റെ ജീവിതത്തിൻ്റെ മോചനദ്രവ്യവും ഈശോയാണ്. ഈ ഒരു പ്രത്യാശയോടുകൂടി കർത്താവായ ദൈവത്തെ, ദിവ്യകാരുണ്യനാഥനെ മാലാഖമാരോട് ചേർന്ന് നമുക്ക് ഇപ്പോൾ ആരാധിക്കാം. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. ഹോസാന ഹല്ലേലൂയ, 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 ഹോസാന ഹല്ലേലൂയ. മാലാഖമാർ പാടുന്ന ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിയിടും ആരാധന. സ്വർഗത്തിൽ മാലാഖമാരും വിശുദ്ധരും ദിവ്യകാരുണ്യനാഥനെ, പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ മാർഗവും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും എൻ്റെ ജീവിതത്തിൻ്റെ സൗഖ്യവും ഈശോയെ നീയാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാം അവൻ, അവനാരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാം
ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ തീഷ്ണതയോടെ സന്തോഷത്തോടെ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഈ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെയെല്ലാം സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ആരാധിക്കാം. എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, എന്റെ സംരക്ഷണത്തിൽ എന്നെ വളർത്തണമേ, എന്നെ പരിപാലിക്കണമേ. എൻ്റെ ജീവിതത്തെയും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഞാൻ ആരാധിക്കുന്നു. എൻ്റേതാണ് നീ, മുഴുവനായും എൻ്റേതാണ്, നിൻ്റേതാണ് ഞാൻ. നിന്റെ ജീവിതം, നീ തന്ന ഈ ജീവിതം എൻ്റേതെന്ന് ഞാൻ അവകാശപ്പെടുന്ന ഈ ജീവിതം, ഇത് മുഴുവനും നിന്റേതാണ്, നിന്റെ ദാനമാണ്. ഈശോയെ, ഞാൻ എല്ലാം, എൻ്റെ സഹനങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും ഈ നിമിഷം നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, ഈ ആരാധനാ ഗീതത്തോട് ചേർന്ന് നമുക്ക് സ്തുതിക്കാം. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം. പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ. ശാന്തമാകാം. ഞാൻ ദൈവമാണെന്നറിയാം. ദൈവം ശാന്തതയിൽ നിവസിക്കുന്നു. ശാന്തമാണെന്നറിയുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തതയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. ഏകാന്തതയിൽ വസിക്കുന്ന ആത്മാവ് സ്വർഗീയ രഹസ്യങ്ങൾ മനസ്സിലാക്കും. ഈ ആത്മാവിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ സാന്നിധ്യ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൃശ്യമാകുവാൻ ഒരു കുളിർ കാറ്റുപോലെ എൻ്റെ ഹൃദയത്തിലും എൻ്റെ ശരീരത്തിലും എൻ്റെ ആത്മാവിലും അനുഭവവേദ്യമാകുവാൻ ഈശോയെ ഈ നിമിഷങ്ങളിൽ എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. നിൻ്റെ സ്പർശനത്തിൻ്റെ അനുഭവം എനിക്ക് അനുഭവവേദ്യമാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് എന്തെല്ലാം ഉണ്ടായാലും ഈശോയെ, നിന്നെ കൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇല്ല. ഈശോയെ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇല്ല. ഈശോ ഇല്ലാതെ നമ്മുടെ ജീവിതം സീറോയാണ്. ഈശോയോട് കൂടെയാണെങ്കിൽ നമ്മുടെ ജീവിതം ഹീറോയാണ്. ഒന്ന് സീറോ, മറ്റൊന്ന് ഹീറോ. ഏതാണ് എനിക്ക് വേണ്ടത്? ഈശോയെ കൂട്ടുപിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ ഹീറോയാക്കി മാറ്റണോ, അതോ ഈശോയെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ സീറോയായി മാറണോ? ദിവ്യകാരുണ്യ ഈശോ നമ്മളോട് ഓരോരുത്തരോടും ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാ: മകനെ, മകളെ, ഞാനിതാ നിൻ്റെ മുൻപിൽ നിൽക്കുന്നു. ഏതാണ് വേണ്ടത്? ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ദൈവത്തെ ഉപേക്ഷിക്കുവാനും ദൈവത്തെ സ്വീകരിക്കുവാനും, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനും ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം തന്ന സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കുമ്പോൾ നിയമാവർത്തനം 31:31 നമ്മെ ഓർപ്പിക്കുന്നുണ്ട്: നീ ജീവൻ തിരഞ്ഞെടുത്താൽ നീ ജീവിക്കും, മരണം തിരഞ്ഞെടുത്താൽ നീ മരിക്കും.
എൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. ഏതാണ് എളുപ്പം? ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ, അതോ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പൈശാചിക ബന്ധനങ്ങളിലേക്ക് നമ്മുടെ ആത്മാവിനെ നൽകുന്നതാണോ? ശാന്തമാകാം, കർത്താവിൻ്റെ വചനം ശ്രവിക്കാം, എന്നിട്ട് തീരുമാനിക്കാം, ഞാൻ ദൈവത്തിൻ്റേതാകണോ സാത്താൻ്റേതാകണോ, അല്ലെങ്കിൽ തിന്മയുടെ അടിമയാകണോ? ഈ ഒരു കുറച്ച് സമയം ഈശോയുടെ വചനങ്ങളിലൂടെ കടന്നു പോകാം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ സ്വർഗീയ മന്നയായ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവത്തിൽ, അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ കർത്താവിനെ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങൾ കർത്താവ് വചനം വ്യാഖ്യാനിച്ചപ്പോൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്നവരായി തീർന്നുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്കായിരിക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവ് നൽകുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ കർത്താവിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് നടക്കും. കർത്താവിനെ ഉപേക്ഷിച്ച് അവൻ്റെ പാതയിൽ നിന്ന് മാറി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ലാതായി തീരുകയാണ്, ഒന്നും നേടുവാൻ സാധിക്കാതെ പോവുകയാണ്. അതാണ് ഈശോ പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളും, എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. ശാഖകളിൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാൻ അവിടുന്ന് വെട്ടിയൊരുക്കുന്നു, ഫലം തരാത്തതിനെ മുറിച്ചു നീൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കാം, ഞാൻ ഫലം ചൂടുന്ന ശാഖയാണോ, ഫലം തരാത്ത ശാഖയാണോ? ദൈവം എന്നെ ഇത്രമാത്രം അണിയിച്ചൊരുക്കി വളർത്തി വലുതാക്കി ഏതെല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോകുവാൻ ഇടയാക്കി. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മകൻ മകൾ ദൈവിക സത്തയായി തീർന്നുകൊണ്ട് പിതാവിൻ്റെ ഹിതം ചെയ്യുന്നവരായി തീരണം എന്നാണ്. ഈ ഒരു ചിന്ത, ഈ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യാം, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്. എന്നിൽ വസിക്കുമ്പോൾ അവനേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവനായി മാറുന്നു എന്ന് ഈശോ ഓർപ്പിക്കുകയാണ്. ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നെ കൂടാതെ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഈ ഒരു നിമിഷത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങളെ ഒന്ന് നീട്ടാം. ഈശോയെ, എനിക്ക് ഈശോയെ വേണോ, അതോ ഈശോയല്ലാത്ത ലോകത്തിൻ്റെ സൗകര്യങ്ങളും സുഖങ്ങളുമൊക്കെ വേണോ? ഇതാ ഈശോ ചോദിക്കുന്നത്. എനിക്ക് ഈശോ വേണോ, അതോ വേറെ എന്തെങ്കിലുമാണോ എൻ്റെ ആഗ്രഹം? ഈ ഒരു ചിന്തയിലേക്ക് നമുക്കൊന്ന് വളരാം. ഈശോ തന്ന സ്വാതന്ത്ര്യത്തെ യേശുവിനായി നമുക്ക് ഉപയോഗിക്കാം. ലോകം നൽകുന്ന സന്തോഷങ്ങൾ, പ്രലോഭകൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു കല്ലുകളെ അപ്പമാകുവാൻ, ദേവാലയത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് ചാടുവാൻ, ഈ രാജ്യങ്ങൾ മുഴുവനും അധികാരിയാക്കാം. പ്രലോഭനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ അതിനെയെല്ലാം തട്ടിമാറ്റി കർത്താവിൻ്റെ വചനം കൊണ്ട് ഈശോ അതിനെയെല്ലാം ദൂരെ അകറ്റിയിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ദൈവവചനമാകുന്ന അപ്പത്തിൻ്റെ ആ ജീവിത സാഹചര്യത്തിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. ഈശോ നമ്മളെയും ഓർപ്പിക്കുന്നതാണ്, നിൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുമ്പോൾ മകനെ, ആത്യന്തികമായിട്ടും നീ ദൈവത്തിൻ്റേതാവുക എന്നുള്ളതാണ്. ദൈവത്തെ നിൻ്റെ സ്വന്തമാക്കുക എന്നുള്ളതാണ് നിൻ്റെ സൃഷ്ടിയുടെ, അല്ലെങ്കിൽ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പരമപ്രധാനമായ ദൗത്യം. ഈ ഒരു സത്യം
നമുക്ക് ഓർക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 29-23 തിരുവചനങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ. എന്നാൽ അസൂയ പൂണ്ട പിശാച് അവനെ മരണത്തിന് വിധേയനാക്കി. അപ്പോൾ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, പിശാചിൻ്റെ അടുത്തേക്ക് പോകണോ ദൈവത്തിലേക്ക് വരണോ എന്ന്. പിശാചിൻ്റെ തന്ത്രങ്ങൾക്ക് കുടുങ്ങുമ്പോൾ അവൻ്റെ അടിമയായി മാറുന്നു, ദൈവത്തെ ഉപേക്ഷിക്കുന്നു. ലോകത്തിലേക്ക് കടന്നു വരുന്ന പിശാചിനെ ഒഴിവാക്കി ദൈവത്തെ സ്വീകരിക്കുവാൻ, എൻ്റെ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ കരം പിടിച്ച് ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ ഒരാഹ്വാനമാണ് ഇന്നത്തെ പ്രഭാതം നമ്മുടെ മുമ്പിൽ നൽകുക. യേശുവിൻ്റെ കൂടെ ദിനവും, യേശുവിൻ്റെ ചാരെ എന്നും. യേശുവിൻ്റെ കൂടെ നമ്മളായിരിക്കുമ്പോൾ ദൈവികമായ ചിന്തകൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയും. യേശുവിൽ നിന്ന് അകലുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്നു, ലോകത്തിൻ്റെ മക്കളായിട്ട് മാറുന്നു. അവൻ്റെ അവസാനം ദാരുണമായ ജീവിത നാശം, ആത്മനാശമാണ്. അത് നമ്മുടെ സുവിശേഷങ്ങളിലൂടെ, വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്. ഫറവോയോട് കർത്താവ് പറഞ്ഞു, ഞാനാണ് മോശയെ നിയോഗിച്ചത്, നിന്നെ ഞാൻ ഉയർത്തിയത് ഞാനാണ്. ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ഞാനാണ് നിന്നെ ഉയർത്തിയത്. അത് എന്നെ ആരാധിക്കുവാനും എനിക്ക് തരേണ്ട അവകാശം, അല്ലെങ്കിൽ എനിക്ക് തരേണ്ട ആരാധന, അത് നീ തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഫറവോ കർത്താവിനെതിരെ ഹൃദയം അടച്ചു. അതുകൊണ്ട് അവൻ്റെ ജീവിതം ചെങ്കടലിൽ താഴ്ത്തപ്പെടുകയാണ്. അവൻ്റെ ജീവിതം നഷ്ടമാവുകയാണ്, ആത്മാവ് നഷ്ടമായി. ഈശോ 12 ശിഷ്യന്മാരെ തനിക്കായി സ്വന്തമാക്കി. തൻ്റെ ജീവിതങ്ങളെല്ലാം, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം പഠിപ്പിച്ചു. പക്ഷേ അവരിൽ ഒരുവൻ അവനെ തള്ളിപ്പറഞ്ഞു, വേറൊരുവൻ അവനെ ഒറ്റിക്കൊടുത്തു. തള്ളിപ്പറഞ്ഞവൻ യേശുവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വന്നു. ഒറ്റിക്കൊടുത്തവൻ നിരാശ പൂണ്ട് അവനിൽ നിന്ന് ഓടിമറഞ്ഞ് അന്ധകാരത്തിലേക്ക് പോയി. അവൻ്റെ ജീവിതം ദാരുണമായിരുന്നു എന്ന് വചനം സാക്ഷിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്താം. ഹൃദയം കഠിനമാക്കാതെ കർത്താവിനെ തേടുന്ന ഒരാത്മാവായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിനെ തേടുന്നവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിർലോഭം ഒഴുകും. ആ ഒരു മനോഭാവത്തോടുകൂടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് ആയിരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഈ പ്രഭാതത്തിൽ ഈശോയെ, എൻ്റെ കണ്ണുകളെയും എൻ്റെ ഹൃദയത്തെയും ഒക്കെ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം ഉയർത്തുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാ, നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. പത്രോസിൻ്റെ ബലഹീനതകളെ അടുത്തറിഞ്ഞ ദൈവം, ഈശോ അവനെ മാറോട് ചേർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളും നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഈശോ ചേർത്തണയ്ക്കുകയാണ് ഈ നിമിഷത്തിൽ. ഈശോയുടെ അടുത്തേക്ക് കരങ്ങൾ നീട്ടാം. ഈശോയെ, നീ എന്നെ തൊട്ട് അനുഗ്രഹിക്കണമേ, ആശ്വാസമായിട്ട് കടന്നു വരണമേ എന്ന് നമുക്ക് പാടാം. ആശ്വാസം നൽകാൻ, ചൈതന്യം പകരാൻ, അഗ്നിനാളമാ അവിടും നിന്നിൽ നിറയണമേ. ആശ്വാസം നൽകാൻ, ചൈതന്യം പകരാൻ, അഗ്നിനാളമായി അവിടും നിന്നിൽ നിറയണമേ. ആശ്വാസം നൽകാൻ, ചൈതന്യം പകരാൻ, അഗ്നിനാളമാ അവിടും നിന്നിൽ നിറയണമേ. ആശ്വാസം നൽകാൻ, ചൈതന്യം പകരാൻ, അഗ്നിനാളമായി അവിടും നിന്നിൽ നിറയണമേ.
ഈ പ്രഭാതത്തിൽ അങ്ങയോട് ചേർന്നിരിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വ്യതിചലിക്കാതെ മുറുകെ നിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഴമായ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. 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 എൻ്റെ ജീവിതത്തിൻ്റെ രോഗാവസ്ഥകളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ, എന്നും നന്ദിയുള്ളവനായിരിക്കുവാൻ, നന്ദിയുള്ളവളായിരിക്കുവാൻ, നീ തരുന്ന സഹനങ്ങളെയൊക്കെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അത് നിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് മാറ്റുവാൻ നന്ദി നിറഞ്ഞൊരു ഹൃദയം ഈശോയെ ഈ പ്രഭാതത്തിൽ എനിക്ക് നൽകണമേ. നിന്നോട് ചേർന്നിരിക്കുവാൻ, നന്ദിയോടുകൂടെ ആയിരിക്കുവാൻ ഈശോയെ ഞാൻ ആഗ്രഹിക്കുന്നു. നീ തന്ന എല്ലാ നന്മകളെയും ഈ നിമിഷം നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആലപിക്കുന്നു. സ്നേഹം പകരണമേ നാഥ, സ്നേഹം പകരണമേ. 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 തായ്തടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയ്ക്ക് ഫലം നൽകുവാനായിട്ട് സാധിക്കുന്നു. ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഹൃദയത്തിനു മാത്രമേ ഫലം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ജീവിതത്തിൽ, ഈ ദിവസത്തിൽ, ആരംഭത്തിൽ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ, സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല ഹൃദയത്തിൻ്റെ ഉടമയാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അനുഗ്രഹം പകരണമേ നാഥാ, അനുഗ്രഹം പകരണമേ. അനുഗ്രഹം പകരണമേ നാഥാ, അനുഗ്രഹം പകരണമേ. സ്നേഹം നിറയ്ക്കണമേ നാഥാ, സ്നേഹം നിറയ്ക്കണമേ.